സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിച്ച് ജീവിക്കണം, ഓരോരുത്തരും ശ്രദ്ധിച്ച് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. എല്ലാ കുടുംബക്കാരോടും സ്നേഹബന്ധത്തോടെ ഇണക്കം വേണം. പൊതുവെ മുഅ്മിനായ മനുഷ്യൻ നല്ല ഇണക്കത്തോടുകൂടെ ജീവിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അൽ മുഅ്മിനു യഅലിഫു വയുലഫു. മുഅ്മിന്റെ സ്വഭാവമാണ് അവരാരോടും ഇണങ്ങും, അവരോട് ആരും ഇണങ്ങും. അങ്ങനെയാണോ നമ്മളെ കുടുംബത്തോടൊക്കെ നമ്മൾ ഇണക്കത്തിലാണ്, കുടുംബക്കാരൊക്കെ നമ്മളോട് ഇണക്കത്തിലാണ്. ഏതെങ്കിലും ഒരു തലം ചെറിയൊരു പ്രശ്നമായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടോ? ഇന്ന് പരിപാടി കഴിഞ്ഞ് ഇന്നെ തന്നെ പോയി മസ്ലഹത്താകണം, നാളേക്ക് ബാക്കി വെക്കരുത്. കുടുംബബന്ധം മുറിക്കാന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള സംഗതിയാണ്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിലല്ലേ ബന്ധങ്ങൾക്ക് ശൈഥില്യം വരുന്നത്. പഴയ കാലത്തുള്ള അതേ പ്രശ്നമാണ് ഇപ്പൊ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോ തങ്ങൾ ആദ്യമായി അവിടെ ചെയ്ത ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ പ്രവർത്തനം, വിപ്ലവം അവിടുത്തെ കുടുംബങ്ങളെ എല്ലാവരെയും ഐക്യപ്പെടുത്തി എന്നതാണ്. പ്രധാനമായും മദീനയിൽ 2 കുടുംബാംഗങ്ങളാണ്, ഔസും ഖസ്റജും. 2 പേരുടെ അണുകുടുംബങ്ങളിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങളുണ്ട്, സംഘട്ടനങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ. അതേ അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടില്. എന്താ പ്രശ്നം? ഒരാള് തൊട്ടടുത്ത് സ്ഥലം വാങ്ങിയപ്പോ കറക്റ്റ് തന്നെയാണ്, അതിർത്തിയിലൊന്നും വ്യത്യാസമല്ല. പഞ്ചായത്തിൽ നിന്നൊക്കെ ആള് വന്ന് നോക്കിയിട്ട് കറക്റ്റാണ്, അളവൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇപ്പുറത്തുള്ള സ്വന്തം സഹോദരൻ പറഞ്ഞു, എന്റെ 1 മീറ്റർ കൂടി നീ കൂട്ടിയെടുത്തിട്ടുണ്ട്. അളന്നു നോക്കിയപ്പോ റെഡിയാണ്. പക്ഷെ ആളെ മനസ്സിലുള്ള കറ മാറുന്നില്ലേ, 1 മീറ്റർ അങ്ങ് കൊടുത്തേക്ക്. അത് ഉസ്താദെ നമ്മൾ അവകാശപ്പെട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ ബന്ധം നിലക്കാനാ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ്. അയാൾ ഇനി എന്നും അതിന്റെ ഒരു പിണക്കത്തിൽ നിൽക്കണ്ട. എന്റെ 1 മീറ്റർ അവനെടുത്തു എന്ന് വേറെ ആളോട് പറയുന്നത് കേൾക്കാനല്ലല്ലോ നമുക്ക് സുഖം, അതില്ലാതിരിക്കാനല്ലേ സുഖം. 1 മീറ്റർ അയാളെന്ന് എടുത്തോട്ടെ, പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന ആ 1 മീറ്ററിന്റെ അപ്പുറത്ത് നീ മതിൽ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1 മീറ്റർ പോയിട്ട് ഒരു ചാണ് സ്ഥലത്തിന് വേണ്ടിയാണ് ചില സ്ഥലങ്ങളിലൊക്കെ പിണക്കങ്ങൾ കേട്ടാൽ ചിരിച്ച് സുബ്ഹാനല്ലാഹ്, ഇത്രയും ആളുകൾ അന്തം കുറഞ്ഞവരായോ എന്ന് തോന്നിപ്പോകും. അതിന്റെ പേരിൽ പിണങ്ങേണ്ടതില്ല, അതിന്റെ പേരിൽ ഒട്ടും പിണങ്ങേണ്ടതില്ല. അവിടെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ഇണങ്ങുകയാണ് വേണ്ടത്. വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വയുലഫ്. ആരോടും ഇണങ്ങാത്തവനിൽ ഒരു ഖൈറും ഇല്ല. ചിലരങ്ങനെയുണ്ട്, സ്വന്തം കാര്യം സിന്ദാബാദ്, പെങ്ങൾമാരി നോക്കൂല, സഹോദരങ്ങളിൽ നോക്കൂല. മൂപ്പര് സ്വന്തത്തിൽ ഇങ്ങനെ അടിച്ചുപൊളിയായിട്ട് മൂപ്പരെ ബിസിനസ്സും മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് മാത്രം. ഒറ്റ സഹോദരങ്ങളെ വീട്ടിലേക്കും പോകൂല, അവരിങ്ങോട്ട് വരുന്ന സാഹചര്യമില്ല, ആരോടും ബന്ധമില്ല. അങ്ങനത്തെവനിൽ ഒരു ഖൈറും ഇല്ല. വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുലഫ്. ആരും അവനോട് വന്ന് ഇണങ്ങൂല, മറ്റുള്ളവരോട് ഇണങ്ങാൻ പോകൂല. അങ്ങനത്തെവനിൽ ഒരു ഖൈറും ഇല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്മയുള്ളവരാകണം. ആരിലാ നന്മ? ഇണങ്ങേണ്ട കുടുംബങ്ങളോടൊക്കെ ഇണങ്ങണം, ബന്ധം പുലർത്തണം. അവര് നമ്മളോടും ഇങ്ങോട്ട് സ്നേഹബന്ധം പുലർത്തണം. ആ ബന്ധം എന്നും കാത്തു സൂക്ഷിക്കണം. മരിക്കുന്ന സമയം വരെ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധം. എങ്ങനെയാണ് നമ്മളോട് മറ്റുള്ളവർ ഇണങ്ങുന്നത്? നമ്മുടെ സ്വഭാവം നന്നാകണം, നമ്മുടെ സമീപനം നല്ല സമീപനമാകണം. ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ ആർക്കും പരിക്ക് പറ്റാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. ഈ കാര്യങ്ങളെ കൊണ്ട് നമ്മളോട് മറ്റുള്ളവർ ഇണങ്ങും. ആർക്കും ശല്യമാകാത്ത, ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം. അതേ സമയത്ത് ആരോടും ഇണങ്ങാത്തവൻ, ആരും വന്ന് ഇണങ്ങാത്തവൻ, അവരിൽ ഒരു ഖൈറുമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അവന്റെ ഈമാന് ബലഹീനമാണ്, അവന്റെ സ്വഭാവവും മോശമാണ്.
സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബന്ധം പുലർത്തുന്ന ചില ആളുകൾക്കൊക്കെ ഒരു പരാതിയുണ്ട്. ഉസ്താദേ, എനിക്കെന്റെ ഒരു ജേട്ടനുണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരിയുണ്ട്, അല്ലെങ്കിൽ അമ്മാവനുണ്ട്, അല്ലെങ്കിൽ എളാപ്പയോ മൂത്താപ്പയോ അമ്മായിയോ ഉണ്ട്. ഞാൻ അവരോടൊക്കെ ബന്ധം പുലർത്തി ജീവിക്കും. പക്ഷേ അതൊരു വൺ വേ ബന്ധമാണ്. എനിക്കങ്ങോട്ട് നല്ല ബന്ധമാണ്. ഞാൻ അവര് ക്ഷണിച്ചാൽ എല്ലാ വിഷയത്തിനും പോകും, എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ ഇങ്ങോട്ടൊരു ബന്ധവും ഇല്ല. നിങ്ങൾ നോക്ക്, ആ സന്ദർഭത്തിലും നമ്മൾ ബന്ധം നിർത്താൻ പറ്റുമോ? ബന്ധം മുറിക്കാൻ പറ്റുമോ? സാധാരണ ആളുകൾ പറയും, നമ്മളെ 2 കല്യാണത്തിന് അവരെ ക്ഷണിച്ചിട്ട് നമ്മൾ പോയില്ലേ, അവരെ കല്യാണത്തിന് വിളിച്ചിട്ട് നമ്മളെ വീട്ടിൽ 2 കല്യാണം കഴിഞ്ഞു, 2ലും വന്നില്ല, ഇപ്പൊ 3ാമത്തതാണ്. ഇതിനും അവരെ നമ്മൾ ക്ഷണിക്കാണ്, അവര് വന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം അവിടെ നടക്കാനുണ്ട്. ആരാത്? സ്വന്തം പെങ്ങളെ മകളെ കല്യാണാണ്, സഹോദരിയുടെ മകളെ. അതിന് നമ്മൾ പോകണ്ടെന്നല്ല തീരുമാനിക്കേണ്ടത്, പോകണം എന്നാണ്. നമ്മൾ നേരെ തിരിച്ചാ തീരുമാനിക്കുക. അത് നമ്മളെ ഇൽമിന്റെ കുറവുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ടൊരു സ്വഹാബി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഖറാബ, എനിക്കൊരു കുടുംബമുണ്ട്, അസിലുഹും വയഖ്തഊനി, ഞാൻ അവരോട് ബന്ധം ചേർക്കും, എന്നോടവർ ബന്ധം മുറിക്കും. ഞാൻ നല്ല ബന്ധമാണ് അവരോട്, നല്ല സ്നേഹമാണ്, പക്ഷെ അവരോട് എന്നോട് ബന്ധം മുറിക്കും. വഅഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവർക്ക് സേവനം ചെയ്യും, അവരെന്നോട് മോശമായി പെരുമാറും. എന്ത് സഹകരണം ചോദിച്ചാലും അവര് സഹകരിക്കൂല. എന്നോട് അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. വഅഹ്ലിമു അൻഹും വയജ്ഹലൂന അലയ്യ, അവരിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് അവർ വിവരക്കേട് ചെയ്യും, വിവരക്കേട് എന്നോട് പറയും. എന്നോട് ഇങ്ങനെയാണ് അവരെ സമീപനം, ഞാൻ അങ്ങോട്ട് നല്ല സമീപനമാണ്, നല്ല ബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മേലാൽ നീ ആ വീട്ടിലേക്ക് പോകണ്ടെന്നല്ല പറഞ്ഞത്, ഇനി അവരോട് ഒരിക്കലും ബന്ധം പുലർത്തണ്ടെന്നല്ല പറഞ്ഞത്. فإن كنت كما قلت فكأنما تصفهم الملا, നിങ്ങൾ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങളെ ബന്ധത്തിന് തകരാറില്ല, നിങ്ങൾ സഹകരിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. അവരെന്ത് പറഞ്ഞാലും സഹനത്തോടെ സ്നേഹത്തോടെ നിങ്ങളത് സഹിക്കുന്നു. ആ രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, നിങ്ങൾ അവർക്ക് ചൂടുള്ള വെണ്ണീർ തീറ്റിച്ചതുപോലെയാണ്. വെണ്ണീർ തന്നെ തിന്നാൻ കഴിയൂല, അത് ചൂട് കൂടുതലാണെങ്കിലോ ഏറെ പ്രയാസമല്ലേ. നിങ്ങൾ ആ സമീപനം പുലർത്തുമ്പോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ അവർക്ക് നിങ്ങൾ പ്രയാസം വരുത്തുന്നു. നിങ്ങളെ ഭാഗത്തുനിന്നൊരു വീഴ്ചയും ഇല്ലല്ലോ, നിങ്ങൾ തോൽക്കുമെന്ന് കരുതരുത്. വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക, അല്ലാഹുവിൽ നിന്നൊരു പ്രത്യേക സഹായി എപ്പോഴും നിങ്ങളെ കൂടെയുണ്ടാകും. നിങ്ങൾ പ്രശ്നാക്കണ്ട, വിഷമൊന്നും കരുതണ്ട. അല്ലാഹുവിൽ നിന്നൊരു പ്രത്യേക സഹായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ബന്ധം നന്നായി ചേർക്കണം, കുടുംബ ബന്ധം നന്നായി പുലർത്തണം.